നമ്മളിന്ന് പഠിക്കുന്നത് ഗാന്ധിസം, ഗാന്ധിയുടെ ഫിലോസഫി. ഇതാണ് ഗാന്ധിസം എന്ന് പറയുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വാസ് ആൻ eminent freedom activist and an influential political leader who played a dominant role in India's struggle for independence. അതിൻ്റെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് ക്ലിയറാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി. ഹി ഈസ് നോൺ ആസ് മഹാത്മാ ബാപ്പുജി ആൻഡ് ഫാദർ ഓഫ് അവർ നേഷൻ. Every year his birthday is celebrated as Gandhi Jayanti. It is already we know that fact. And also that day is also observed as the International Day of Non-Violence. He was very instrumental in liberating our country from the clutches of the British. With his unusual yet powerful political tools of satyagraha and non-violence, he inspired all over the world leaders. അല്ലേ, മഹാത്മാജിയാണ് ഏറ്റവും അധികം ബ്രിട്ടീഷിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ആണ്. നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫ്രീഡമൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, സ്ട്രഗിൾ മൂമെൻറ്റ്സ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗാന്ധിയൻ ഐഡിയോളജീസാണ്. എന്തൊക്കെ ഐഡിയോളജീസ് ഉപയോഗിച്ചാണ് അദ്ദേഹത്തിന് ഫ്രീഡം മൂവ്മെൻറ്റ് കൊണ്ടുപോയത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ എന്തായിരുന്നു? സത്യാഗ്രഹ ആൻഡ് നോൺ വയലൻസ്. ഹിസ് പവർഫുൾ ടൂൾ ഈസ് സത്യാഗ്രഹ. പിന്നെ എന്താ? നോൺ വയലൻസ്. With these tools he tried to liberate our country from the clutches of the British and he inspired all over the world leaders. ഇനി അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ ഈസ് ട്രൂത്ത്. ട്രൂത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബീങ് ദ വെരി ബേസിസ് ഓഫ് ഓൾ ദ അതേഴ്സ്. ആൻഡ് ദ വേർഡ് സത്യ ഈസ് ഫ്രം സത് വിച്ച് മീൻസ് ബീങ്. ആൻഡ് അക്കോർഡിംഗ് ടു ഗാന്ധിജി ട്രൂത്ത് ഈസ് ഗോഡ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ട്രൂത്താണ് ഗോഡ്. ഒബ്സർവൻസ് ഓഫ് ട്രൂത്ത് വാസ് വെരി എസെൻഷ്യൽ ഇൻ സ്പീച്ച് ആൻഡ് ഇൻ ആക്ഷൻ. വാക്കിലും പ്രവൃത്തിയിലും സത്യത്തെ മുറുകെ പിടിക്കണം. അതാണ് സത്യത്തെ ഗ്രഹിക്കുക, സത്യത്തെ മുറുകെ പിടിക്കുക എന്ന ടേമിൽ നിന്നാണ് സത്യാഗ്രഹ എന്ന കോൺസെപ്റ്റ് വരുന്നത്. ട്രൂത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബീങ് ദ വെരി ബേസിസ് ഓഫ് ഓൾ ദ അതേഴ്സ്. ദ വേർഡ് സത്യ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് സത് വിച്ച് മീൻസ് ബീങ്. ആൻഡ് ഗ്രഹ മീൻസ് എന്താണ്? സത്യാഗ്രഹം എന്ന് വെച്ചാൽ ഫേം വിത്ത് ദ ട്രൂത്ത് എന്നാണ് മീനിങ്. സത്യത്തെ മുറുകെ പിടിക്കുക. അടുത്ത പ്രിൻസിപ്പിൾ നോൺ വയലൻസ് ആണ്. അക്കോർഡിംഗ് ടു ഗാന്ധിജി ഇപ്പം ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ. ഇതിലെ എല്ലാ സെൻറ്റൻസും അതുപോലെ നിങ്ങൾ പഠിക്കണമെന്നൊന്നുമില്ല, പക്ഷേ മെയിൻ കാര്യങ്ങൾ മനസ്സിലാക്കുക. ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ് ആർ ടു സൈഡ്സ് ഓഫ് എ കോയിൻ. ഒരു നാണയത്തിൻ്റെ രണ്ട് സൈഡ് പോലെയാണ് ട്രൂത്തും നോൺ വയലൻസും. വൺ കനോട്ട് എക്സിസ്റ്റ് വിതൗട്ട് ദ അതർ. ആൻഡ് ത്രൂ അഹിംസ ഉള്ളി. നോൺ വയലൻസിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? അഹിംസ. നോൺ വയലൻസിനാണ് നമ്മൾ അഹിംസ എന്ന് പറയുന്നത്. ഈ അഹിംസ എന്ന പാത്ത് വഴിയേ നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ? ട്രൂത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ട്രൂത്താണ് ഗോഡ് എന്നാണ് ഗാന്ധിജി ബിലീവ് ചെയ്യുന്നത്. ആ ട്രൂത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒൺലി ത്രൂ ദ പാത്ത് ഓഫ് നോൺ വയലൻസ് ഓർ അഹിംസ. Truth and non-violence are like the two sides of a coin. One cannot exist without the other. And only through the path of non-violence or ahimsa one can reach near the truth. ട്രൂത്തിൻ്റെ അടുത്തെത്താനുള്ള ഒരേ ഒരു പാത എന്ന് പറയുന്നത് അഹിംസ ആണ്. ഇനി അഹിംസയുടെ ഒരു തിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് മീനിങ് ഫോർബിയറിങ് ഫ്രം ഫിസിക്കൽ വയലൻസ്. ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള ഒരു മീനിങ് മാത്രമല്ല അഹിംസ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ടു റിമൂവ് ദ മൈൻഡ് ഫ്രം ഹേറ്റ്രഡ്, ജലസി ആൻഡ് ഡിസയർ ടു ഹാം അതേഴ്സ്. മനസ്സിൽ നിന്ന് തന്നെ ഹേറ്റ്രഡ്, വെറുപ്പും അസൂയയും എല്ലാം മാറ്റി നിർത്തണം. ഇറ്റ് ഈസ് ഫ്രം ദ മൈൻഡ് ഇറ്റ് സെൽഫ് വി ഹാവ് ടു റിമൂവ് hatred, jealousy and our intention to harm others.
ആദ്യം അത് മാറ്റണം. അതാണ് ഫസ്റ്റ് പോയിൻറ്റ്. അഹിംസയുടെ എന്താണ്? വി ഹാവ് ടു റിമൂവ് ഫ്രം മൈൻഡ്. എന്തൊക്കെ മാറ്റണം നമ്മുടെ മനസ്സിൽ നിന്നും? ഹേറ്റ്രഡ് വെറുപ്പ് മാറ്റണം, ജലസി മാറ്റണം, പിന്നെന്താണ്? ഡിസയർ ടു ഹാം അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അതും മാറ്റി നിർത്തണം. അത്രയും നിർത്തണം. ഹേറ്റ്രഡ്, ജലസി ആൻഡ് ഡിസയർ ടു ഹാം അതേഴ്സ്, അത്രയും മാറ്റി നിർത്തണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ദെൻ എക്സ്റ്റെൻഡ് ലവ് ടു ഓൾ ലിവിങ് ക്രീച്ചേഴ്സ്. ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളോടും നമ്മൾക്ക് സ്നേഹമുണ്ടായിരിക്കണം. എക്സ്റ്റെൻഡ് ലവ് ടു ഓൾ ലിവിങ് ക്രിയേച്ചേഴ്സ്, അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം. ഇതെല്ലാം എങ്ങോട്ടേക്ക് നയിക്കാനാണ്? ട്രൂത്തിലേക്ക് നയിക്കാൻ. At the society level, the goal of ahimsa is to create a society where there would be no need to act in an anti-social manner. സൊസൈറ്റൽ ലെവലിൽ സമൂഹത്തിനെതിരായി നമ്മൾ ഒന്നും ചെയ്യരുത്. അതാണ് സൊസൈറ്റി ലെവലിൽ നോൺ വയലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്രയുമാണ് നോൺ വയലൻസ്. ഇനി വീണ്ടും ട്രൂത്ത് പറഞ്ഞു, നോൺ വയലൻസ് പറഞ്ഞു, സത്യാഗ്രഹത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നേരത്തെ പറഞ്ഞു സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഹോൾഡിങ് ഓൺ ദ ട്രൂത്ത്, സത്യത്തെ മുറുകെ പിടിക്കുക. സത് പ്ലസ് ആഗ്രഹ, ഇങ്ങനെയുള്ള രണ്ട് സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് സത്യാഗ്രഹ എന്ന് പറയുന്നത്. നമുക്കതൊരു ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലേ, നിരാഹാരം എടുക്കുക, ഇത്തരം മീനിങ് ആണ് സത്യാഗ്രഹം കൊണ്ട് കിട്ടുന്നത്. പക്ഷേ സത്യത്തെ മുറുകെ പിടിക്കുക, firmly holding the truth. Through the doctrine of Satyagraha, Gandhiji fought against injustice. സത്യാഗ്രഹയുടെ മീനിങ് അപ്പോൾ എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് പ്യുവറസ്റ്റ് സോൾ ഫോഴ്സ് അഗെയിൻസ്റ്റ് ഓൾ ഇൻജസ്റ്റിസ്, ഒപ്രഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. എല്ലാ അനീതികൾക്കെതിരെയും മനസ്സിൻ്റെ ശക്തി കൊണ്ട് പോരാടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡോക്ട്രിനാണ് സത്യാഗ്രഹ. ഇറ്റ് മീൻസ് ദ എക്സസൈസ് ഓഫ് ദ പ്യുവറസ്റ്റ് സോൾ ഫോഴ്സ് അഗെയിൻസ്റ്റ് ഓൾ ഇൻജസ്റ്റിസ്, ഒപ്രഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. സഫറിങ് ആൻഡ് ട്രസ്റ്റ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോൾ ഫോഴ്സ്. അപ്പോൾ ഈ ആത്മാവിന് ശക്തി കൂടാനായിട്ട് ആത്മാവിന് നല്ല ധൈര്യമുണ്ട്, അല്ലെങ്കിൽ മനസ്സിന് നല്ല ധൈര്യമുണ്ടെങ്കിലേ നമുക്ക് എതിലേക്ക് പോകാൻ പറ്റുള്ളൂ, സത്യാഗ്രഹത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിന് ധൈര്യം കൂട്ടാൻ പറ്റുന്ന രണ്ട് ഫാക്ടേഴ്സാണ് സഫറിങ് ആൻഡ് ട്രസ്റ്റ്. നമ്മൾ കഷ്ടപ്പെടുക, നമുക്ക് വിശ്വാസമുണ്ടാവുക. അതിന് സത്യാഗ്രഹയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഗാന്ധിജി തന്നെ പറയുന്നുണ്ട്. ഇറ്റ്സ് എ മോറൽ ഡിഫെൻസ് ടെക്നിക്ക്. മോറൽ ഡിഫെൻസ്, ഫിസിക്കൽ ഡിഫെൻസ് അല്ല, നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ്. മോറൽ ഡിഫെൻസ് ടെക്നിക്കാണ് എന്ത്? സത്യാഗ്രഹ. മറ്റൊരു ഫാക്ടർ ലവ് യുവർ എനിമി. സത്യാഗ്രഹയിൽ നമ്മൾ നമ്മുടെ ശത്രുവിനോട് നമുക്ക് യാതൊരു വിരോധവും ഇല്ല, നമ്മളുടെ ശത്രുവിനെ നമ്മൾ സ്നേഹിക്കണം. അതാണ് ലവ് യുവർ എനിമി. ഇറ്റ്സ് എ ടൂൾ ഓഫ് ദ ബ്രേവ് ആൻഡ് ഇറ്റ്സ് കൺസ്ട്രക്റ്റീവ്. ഇത് ഭീരുക്കൾക്ക് ചെയ്യാൻ പറ്റില്ല, ധീരന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സത്യാഗ്രഹി മസ്റ്റ് ബി ഓൾവേസ് ട്രൂത്ത്ഫുൾ. സത്യസന്ധനായിരിക്കണം. He must be a non-violent person and he should not have any kind of hatred in his mind. A Satyagrahi must be truthful. He must be a non-violent person. അഹിംസാവാദി ആയിരിക്കണം, ആരോടും വിരോധം പാടില്ല. He must devoted to the service of all. എല്ലാവരുടെയും നന്മ ചെയ്യാൻ വേണ്ടി, എല്ലാവർക്കും സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചിരിക്കേണ്ടത്. അപ്പോൾ നോൺ വയലൻസിലൂടെയും ട്രൂത്തിലൂടെയും മാത്രമേ സത്യാഗ്രഹവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതാണ് ഗാന്ധിജി അവിടെ എയിം ചെയ്യുന്നത്. എ സത്യാഗ്രഹി മസ്റ്റ് ബി ട്രൂത്ത്ഫുൾ, നോൺ വയലൻറ്റ് പേഴ്സൺ ആൻഡ് ഹി ഷുഡ് നോട്ട് ഹാവ് എനി ഡിസയർ ടു ഹാം അതേഴ്സ്. സോ റിസോർട്ട് ടു നോൺ വയലൻസ് ഈസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് സത്യാഗ്രഹ. നോൺ വയലൻസ് എന്നതിൻ്റെ മീനിങ് വീണ്ടും പറയുന്നു, നോൺ ഇഞ്ചുറി ടു അതേഴ്സ് ബോത്ത് ഇൻ വേർഡ്സ് ആസ് വെൽ ആസ് ഇൻ ഡീഡ്സ്. നമ്മൾ ആർക്കും ഉപദ്രവം ഉണ്ടാക്കരുത്, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. നോൺ ഇഞ്ചുറി ടു അതേഴ്സ് ബോത്ത് ഇൻ വേർഡ്സ് ആസ് വെൽ ആസ് ഡീഡ്സ്. അതാണ് അഹിംസ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഹിംസയുടെ മീനിങ് എന്താണ്?
non-injury to any other persons both in words as well as deeds. Non-injury to any other person both in words as well as deeds. ഗാന്ധിയൻ ഡോക്ട്രിൻ ഓഫ് സത്യാഗ്രഹ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ട്രൂത്ത് പറഞ്ഞു, നോൺ വയലൻസ് പറഞ്ഞു, സത്യാഗ്രഹം പറഞ്ഞു. ഇനി സത്യാഗ്രഹയുടെ കുറച്ച് ടെക്നിക്സ് പറയാം. ഫസ്റ്റ് വൺ ഈസ് നോൺ കോപ്പറേഷൻ. ഗവൺമെൻറ്റുമായി നമ്മൾ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, ഫ്രീഡം മൂവ്മെൻറ്റിൽ കേട്ടിട്ടുണ്ടാവും. ഗവൺമെൻറ്റുമായിട്ട് സഹകരിക്കാതെ ഇരിക്കുന്ന അവസ്ഥ. നോൺ കോപ്പറേഷൻ മീൻസ് നോട്ട് കോപ്പറേറ്റിംഗ് വിത്ത് ദ ഗവൺമെൻറ്. ഈ നോൺ കോപ്പറേഷൻ്റെ പല മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോൺ കോപ്പറേഷൻ മീൻസ് നോട്ട് കോപ്പറേറ്റിംഗ് വിത്ത് ദ ഗവൺമെൻറ്. 1 മാർക്ക് 2 മാർക്കിൽ നോൺ വയലൻസും സത്യാഗ്രഹവും ടെക്നിക്സും ഒത്തിരി ചോദിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു എസ്സേയായിട്ട് ചോദിച്ചില്ലെങ്കിൽ ഇതിലെല്ലാ പോർഷൻസും 4 മാർക്കും ഒക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നോൺ കോപ്പറേഷൻ്റെ പല ഫോംസാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹർത്താൽ. ഹർത്താൽ നമുക്കറിയാം, ജോലി ചെയ്ത് നിന്ന് നിർത്തി വെക്കുക. ദ എയിം ഓഫ് ദ ഹർത്താൽ ഈസ് ടു സ്റ്റോപ്പ് ദ വർക്ക് ടു അറോസ് കോൺഷ്യസ്നസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ ഗവൺമെൻറ് എഗെയിൻസ്റ്റ് ഈവിൾ. ഒരു തെറ്റായ കാര്യം ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഹർത്താൽ. അന്നത്തെ ദിവസം നമ്മൾ പണിയെടുക്കാതെ ഇരിക്കുക. ദ എയിം ഓഫ് ദ ഹർത്താൽ ഈസ് ടു സ്റ്റോപ്പേജ് ഓഫ് ദ വർക്ക് ടു അറോസ് കോൺഷ്യസ്നസ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ and the government against evil things. It involves stopping of work as a measure of protest and its objective was to strike the imagination of the people and the government. ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും സ്വാധീനിക്കാൻ നമ്മൾ ഒരു ദിവസം പണിയെടുക്കാതെ നമ്മൾ ഒരു അനീതിക്കെതിരെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ ഒരു നടപടിക്കെതിരെ പോരാടുന്നതിനാണ് നമ്മൾ ഹർത്താൽ എന്ന് വിളിക്കുന്നത്. ഗാന്ധിജിയുടെ ഹർത്താലിന് പ്രത്യേകതയുണ്ട്. നമ്മൾ ഇന്ന് നടക്കുന്ന ഹർത്താൽ പോലെയല്ല, അത് വോളണ്ടറി ഓർഗനൈസ്ഡ് ആയിരിക്കണം, നോൺ വയലൻറ്റ് മെത്തേഡുമായിരിക്കണം. ഹർത്താൽ എങ്ങനെ ആയിരിക്കണം? വോളണ്ടറി ആയിരിക്കണം. ആരെയും നിർബന്ധിച്ച് ഹർത്താലിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. ഹർത്താൽ ദിവസം ഒരാൾ കട തുറന്നാൽ നമുക്ക് ഇന്ന് നടക്കുന്ന എന്താണ്? അയാളുടെ കട അടിച്ചു പൊളിക്കും. അത് പറ്റത്തില്ല. എല്ലാവരെയും അവരവർക്ക് ഇഷ്ടമുള്ളവർ സ്വമേധയാ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സ്വമേധയാ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ള കാര്യം അവരെ ബോധ്യപ്പെടുത്തണം. മറ്റൊന്ന് നോൺ വയലൻ്റ് ആയിരിക്കണം. മറ്റാരുടെയും വസ്തുക്കൾക്കോ സാധനങ്ങൾക്കോ ഒരു നാശനഷ്ടവും വരുത്താൻ പാടില്ല. ഹർത്താൽ ഷുഡ് ബി വോളണ്ടറി ആൻഡ് നോൺ വയലൻറ്റ്. നെക്സ്റ്റ് ഈസ് സോഷ്യൽ ബോയ്ക്കോട്ട്. സോഷ്യൽ ബോയ്ക്കോട്ട് എന്ന് പറയുമ്പോൾ നമ്മളോടൊപ്പം നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് പ്രയോഗിച്ച ഒരു കാര്യമാണ് സോഷ്യൽ ബോയ്ക്കോട്ട്. ബ്രിട്ടീഷ് സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇരിക്കുക, ബ്രിട്ടീഷ് ആൾക്കാരെ അകറ്റി നിർത്തുക, ഇത്തരമുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ പ്രോഗ്രാമുകളിൽ സഹകരിക്കാത്ത ആൾക്കാരെ മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് നമ്മൾ സോഷ്യൽ ബോയ്ക്കോട്ട് എന്ന് പറയുന്നത്. The weapon of social boycott can be used against those people who do not join non-cooperation movement. But it does not mean a denial of the use of social service to the persons boycotted. നമ്മളുമായിട്ട് സഹകരിക്കാത്ത ഒരു വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞ് അയാൾക്കൊരു ഹെൽപ്പ് ആവശ്യം വരുമ്പോൾ അയാളെ സഹായിക്കാതിരിക്കുക എന്നല്ല സോഷ്യൽ ബോയ്ക്കോട്ട്. അയാൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം. പക്ഷേ ആ വ്യക്തിയെ നമ്മളുടെ പ്രോഗ്രാമുകളിൽ നിന്ന് മാത്രം മാറ്റി നിർത്തുന്ന ഒരു രീതി. ആ വ്യക്തിക്ക് സ്വയം ചിന്തിക്കാൻ അന്നേരം ഒരു അവസരം കിട്ടും, അയാൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന്. അതുമാത്രവുമല്ല, സോഷ്യൽ ബോയ്ക്കോട്ട് കൊണ്ട് ആ വ്യക്തിക്ക് ഒരു മാനക്കേടോ നാണക്കേടോ ഉണ്ടാകുന്ന രീതിയിൽ ബോയ്ക്കോട്ട് ചെയ്യാനും പാടില്ല. അത് ബ്രിട്ടീഷുകാർക്കെതിരെയും ബ്രിട്ടൻ്റെ ആറ്റിറ്റ്യൂഡിനെതിരെയുമായിരുന്നു ഈ സോഷ്യൽ ബോയ്ക്കോട്ട് ഉണ്ടായിരുന്നത്. The weapon of social boycott can be used against those people who do not join non-cooperation movement, but it does not mean a denial of the use of social service to the persons boycotted. അടുത്തത് പിക്കറ്റിംഗ് ആണ്. The aim of picketing is not to check the entry of a person to that place which is picketed. പിക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഏതെങ്കിലും വഴിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ പോകുമ്പോൾ അയാളുടെ മാർഗം തടസ്സം നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് പിക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദ എയിം ഓഫ് പിക്കറ്റിംഗ് ഈസ് ടു നോട്ട് ടു ചെക്ക് ദ എൻട്രി ഓഫ് എ പേഴ്സൺ വിച്ച് ഈസ് പിക്കറ്റഡ് ബട്ട് ടു അറോസ് പബ്ലിക് ഇൻഡിഗ്നേഷൻ അഗെയിൻസ്റ്റ് ദ റോങ് ഡൂയേഴ്സ്. ഏതെങ്കിലും തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ആൾക്ക് നേരെയാണ് ഈ പിക്കറ്റിംഗ് ചെയ്യാറുള്ളത്. അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അവിടെയും കമ്പൽഷൻ പാടില്ല, പ്രഷർ പാടില്ല, ആളുടെ പടം ഒന്നും കത്തിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് നിർബന്ധങ്ങൾ ഗാന്ധിജി പറയുന്നുണ്ട്. പിക്കറ്റിംഗ് ഷുഡ് അവോയ്ഡ് കോയേർഷൻ, പ്രഷർ, റൂഡ്നെസ്,
കേട്ടോ. പിക്കറ്റിംഗ് ഷുഡ് അവോയ്ഡ് coercion, pressure, rudeness, burning of images and hunger strike. ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല പിക്കറ്റിങ്ങിൽ. ഓക്കെ, അടുത്തത് സ്ട്രൈക്കാണ്. സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ സത്യാഗ്രഹയുടെ മറ്റൊരു മോഡാണ്. സ്ട്രൈക്കിൻ്റെ ഉദ്ദേശം എന്താണ്? സ്ട്രൈക്ക് എടുക്കുക. സ്റ്റുഡൻറ്റ് സ്ട്രൈക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്താണ്? പഠിത്തം അന്നത്തെ ദിവസം പഠിക്കാതെ ഇരിക്കുക. സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ടു രജിസ്റ്റർ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് ഫോർ ഫോക്കസിങ് ദ അറ്റൻഷൻ ഓഫ് ദ പബ്ലിക്. ജനങ്ങളുടെ അറ്റൻഷൻ ശ്രദ്ധ ക്ഷണിക്കാനും അന്നത്തെ ദിവസം എന്താണ് ചെയ്യുന്ന ജോലി ചെയ്യാതെ ഇരിക്കുന്നു. കാരണം എന്താണ്? ഹർത്താൽ പോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു നയങ്ങൾക്കെതിരായിട്ടാണ് സ്ട്രൈക്കും നടത്താറുള്ളത്. സ്ട്രൈക്ക് ഈസ് അനദർ മോഡ് ഓഫ് സത്യാഗ്രഹ. ഒബ്ജക്റ്റീവ് ഈസ് ദ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ടു രജിസ്റ്റർ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് ഫോർ ഫോക്കസിങ് ദ അറ്റൻഷൻ. അപ്പം ഹർത്താലിൻ്റെ രണ്ട് കണ്ടീഷൻ ഇവിടെയും ആപ്ലിക്കബിൾ. ഏതാണ്? വോളണ്ടറി ആയിരിക്കണം, നോൺ വയലൻ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി വോളണ്ടറി ആൻഡ് നോൺ വയലൻറ്റ്. മറ്റൊരു കാര്യം, റിപ്പീറ്റഡ് സ്ട്രൈക്സ് പാടില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. കാരണം ഇറ്റ് വിൽ റെഡ്യൂസ് എഫിഷ്യൻസി ഓഫ് ദ ഗവൺമെൻറ്. മറ്റൊന്ന് നോൺ വയലൻ്റ് ആയിരിക്കും. അത് നേരത്തെ പറഞ്ഞു, വോളണ്ടറി ആയിരിക്കണം, നോൺ വയലൻ്റ് ആയിരിക്കണം. ഇൻഡസ്ട്രി സ്ട്രൈക്കൊക്കെ മൊത്തത്തിൽ കൺസേൺഡ് ഇൻഡസ്ട്രി നോക്കിയിട്ടേ ചെയ്യാവുള്ളെന്നും അന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. ഫാക്ടറിയിൽ സ്ട്രൈക്ക് കണ്ടിന്യൂസ് നടത്തി മൊത്തത്തിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യില്ലെന്ന് അന്നേ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അനദർ മോഡ് ഓഫ് സത്യാഗ്രഹ. ഇത് ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്ട്രൈക്ക് ഈസ് ദ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ടു രജിസ്റ്റർ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് ഫോർ ഫോക്കസിങ് ദ അറ്റൻഷൻ ഓഫ് ദ പബ്ലിക് ഓൺ സ്പെസിഫിക് പബ്ലിക് ഇഷ്യൂസ്. ബട്ട് ദ സ്ട്രൈക്ക് ഹാസ് ടു ബി വോളണ്ടറി ആൻഡ് നോൺ വയലൻറ്റ്. സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ വോളണ്ടറി ആയിരിക്കണം, അത് നോൺ വയലൻറ്റ് ആയിരിക്കണം. റിപ്പീറ്റഡ് സ്ട്രൈക്സ് പാടില്ല. ഓരോ ദിവസവും സമരം നടത്തിക്കൂടാ, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി വാസ് എഗെയിൻസ്റ്റ് ദീസ് റിപ്പീറ്റഡ് സ്ട്രൈക്സ്. റിപ്പീറ്റഡ് സ്ട്രൈക്സിന് എഗെയിൻസ്റ്റ് ആണ് ഗാന്ധിജി. ഹി വാസ് എഗെയിൻസ്റ്റ് ദിസ് റിപ്പീറ്റഡ് സ്ട്രൈക്ക്. ഗാന്ധിജി വാസ് എഗെയിൻസ്റ്റ് റിപ്പീറ്റഡ് സ്ട്രൈക്ക്. റിപ്പീറ്റഡ് സ്ട്രൈക്കിന് എതിരാണ് ഗാന്ധിജി. ഇനി അടുത്തത് ഫാസ്റ്റിംഗ് ആണ്. ഇതെല്ലാം നമ്മൾ എന്തിലാണ് പഠിക്കുന്നത്? സത്യാഗ്രഹയുടെ മെത്തേഡ്സിലാണ് പഠിച്ചത് കേട്ടോ. അത് മറന്നു പോകരുതേ. ടെക്നിക്സ് ഓഫ് സത്യാഗ്രഹയിലാണ് നമ്മൾ നോൺ കോപ്പറേഷൻ്റെ പല ഫോമാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെ? സ്റ്റോപ്പേജ് ഓഫ് വർക്ക്, സോഷ്യൽ ബോയ്ക്കോട്ട്, പിക്കറ്റിംഗ്, സ്ട്രൈക്ക്, അടുത്ത വരുന്നത് ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ രണ്ടെണ്ണം കൂടെ ഉള്ളൂ, സിവിൽ ഡിസോബീഡിയൻസും ഹിജറത്തും. അത്രയും ആകുമ്പോഴേ ഗാന്ധിജിയുടെ ടെക്നിക്സ് ഓഫ് സത്യാഗ്രഹ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഫാസ്റ്റിംഗ് അറിയാം, ഉപവാസം അനുഷ്ഠിക്കുന്നതിനെയാണ് നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് അനദർ ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് സത്യാഗ്രഹ. അക്കോർഡിംഗ് ടു ഗാന്ധിജി ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് അക്സെപ്റ്റബിൾ മെത്തേഡ് ഈസ് ദാറ്റ് ഓഫ് ഫാസ്റ്റിംഗ്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ബെസ്റ്റ് മോസ്റ്റ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിങ്കാണ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? സെൽഫ് പ്യൂരിഫിക്കേഷൻ, സ്വയം നമ്മുടെ മനസ്സെല്ലാം ശുദ്ധമായി തീരും. സെൽഫ് പ്യൂരിഫിക്കേഷൻ, ഫോർ ഒപ്പോസിങ് ഇൻജസ്റ്റിസ് ആൻഡ് ഫോർ ചേഞ്ചിങ് ദ ഹാർട്ട് ഓഫ് ദ റോങ് ഡൂയേഴ്സ്. തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടാകണം. അതിനു വേണ്ടി തെറ്റ് ചെയ്യാത്ത ഒരാളാണ് എന്ത് ചെയ്യേണ്ടത്? ഉപവാസം അനുഷ്ഠിക്കേണ്ടത്. ഇറ്റ് ഈസ് എ മീൻസ് ടു എറോസ് പബ്ലിക് ഒപ്പീനിയൻ. ജനങ്ങളുടെ പിന്തുണയും അതുകൊണ്ട് ലഭിക്കണം. പിന്നെ ഫാസ്റ്റിംഗ് ചെയ്യേണ്ട ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം? ഹി മസ്റ്റ് ബി എ നോബിൾ മാൻ, സ്പിരിച്വൽ ആയിരിക്കണം, ഡിസിപ്ലിൻഡ് മാൻ ആയിരിക്കണം, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. അല്ലാതെ വെറുതെ വഴിയെ പോകുന്ന ഒരാൾ ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. ഹി മസ്റ്റ് ബി എ നോബിൾ പേഴ്സൺ, എ സ്പിരിച്വൽ പേഴ്സൺ, സെൽഫ് ഡിസിപ്ലിൻഡ് പേഴ്സൺ ആൻഡ് ഫെയ്ത്ത്ഫുൾ പേഴ്സൺ. ഇത് ആ ഡിസിപ്ലിനും ഫെയ്ത്ത്ഫുള്ളും ഒക്കെ നമ്മൾ എല്ലാ സ്ട്രൈക്ക് നടത്തുമ്പോഴും പിക്കറ്റിംഗ് നടത്തുമ്പോഴും ഒക്കെ ഇൻഡിവിജ്വൽസിൻ്റെ ക്വാളിറ്റി ആയിട്ട് പറയുന്നുണ്ട്. ഇൻഡിസിപ്ലിൻഡ് പേഴ്സൺ ഹാസ് നോ റൈറ്റ് ടു പ്രാക്ടീസ് ഇറ്റ്. ഒരു ഡിസിപ്ലിനും ഇല്ല, സ്വയം ജീവിതത്തിൽ ഒരു ആദർശം പുലർത്താത്ത ഒരാൾക്ക് ഇതൊന്നും ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നും കൂടെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇൻഡിസിപ്ലിൻഡ് പേഴ്സൺ ഹാസ് നോ റൈറ്റ് ടു പ്രാക്ടീസ് ഇറ്റ്. അടുത്തത് സിവിൽ ഡിസൊബീഡിയൻസ് ആണ്. ഇറ്റ് ഇസ് എ മോസ്റ്റ് ഡ്രാസ്റ്റിക് ഫോം ഓഫ് സത്യാഗ്രഹ. സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ഇഫക്റ്റീവ് ആൻഡ് ബ്ലഡ്ലെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൻ ആംഡ് റിവോൾട്ട്. ഒരു യുദ്ധം നടത്തുന്നതിന് തുല്യമാണ്. അതിന് പകരമായി ചെയ്യാവുന്ന ഒന്നാണ് സിവിൽ ഡിസൊബീഡിയൻസ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, ഗവൺമെൻറ് പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളൊന്നും അനുസരിക്കാതെ ഇരിക്കുക, അതാണ് സിവിൽ ഡിസൊബീഡിയൻസ്. ഇറ്റ്സ് എ മോസ്റ്റ് ഡ്രാസ്റ്റിക് ഫോം ഓഫ് സത്യാഗ്രഹ ആസ് പെർ ഗാന്ധിജി.
It calls civil disobedience as a most completive, effective and bloodless substitute of an armed revolt. ഒരു യുദ്ധത്തിന് പകരം നമ്മൾ ചെയ്യുന്ന ഒന്നാണ് സിവിൽ ഡിസൊബീഡിയൻസ്. അതിൻ്റെ മീനിങ് ഇതാണ്: ഡിസൊബീഡിയൻസ് ഓഫ് ഇമ്മോറൽ, അൺജസ്റ്റ് ആൻഡ് ഒപ്രസീവ് ലോ. എങ്ങനെ സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ മീനിങ് തന്നെ ഡിസ്ഒബീഡിയൻസ്, അനുസരിക്കാതെ ഇരിക്കുക. എന്താണ് അനുസരിക്കാതെ ഇരിക്കുന്നത്? ഇമ്മോറൽ, അൺജസ്റ്റ് ആൻഡ് ഒപ്രസീവ് ലോ. ഇമ്മോറൽ, ധാർമ്മികപരമല്ലാത്ത, അടിച്ചമർത്തുന്ന നിയമങ്ങൾ, അതാണ് ഇമ്മോറൽ. ഒപ്രസീവ് ആൻഡ് അൺജസ്റ്റ് ലോ, എന്താണ്? നീതിക്ക് നിരക്കാത്ത ഇത്തരം നിയമങ്ങൾ. അത്തരം നിയമങ്ങൾ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒപ്പോസ് ചെയ്യേണ്ടത്. സിവിൽ ഡിസൊബീഡിയൻസ് മീൻസ് ഡിസൊബീഡിയൻസ് ഓഫ് ഇമ്മോറൽ, ഒപ്രസീവ് ആൻഡ് അൺജസ്റ്റ് ലോസ്. It includes non-payment of taxes and non-cooperation with the government. ആ സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ ഒരു പോയിൻ്റായിട്ടാണ് non-payment of taxes. Non-payment of taxes and non-cooperation of government. ടാക്സ് പേ ചെയ്യാതെ ഇരിക്കുക, അത് സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ ഒരു പാർട്ടാണ്. ഗവൺമെൻറ്റുമായിട്ട് ഒരു തരത്തിലും സഹകരിക്കാതെ ഇരിക്കുക. സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് disobedience of immoral, unjust and oppressive laws. അടുത്തത്, but the weapon of civil disobedience being a very dangerous weapon, it has to be employed with great care and caution. വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രമേ സിവിൽ ഡിസൊബീഡിയൻസ് യൂസ് ചെയ്യാവുള്ളൂ എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. കാരണം while using civil disobedience one always gets into direct കോൺഫ്രണ്ടേഷൻ വിത്ത് ദ ഗവൺമെൻറ്. ഇവിടെ കൺഫോർമേഷൻ അല്ല, കോൺഫ്രണ്ടേഷൻ. CONFRONTATION. സിവിൽ ഡിസൊബീഡിയൻസ് തുടങ്ങിക്കഴിയുമ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ഒരു വ്യക്തി ഡയറക്റ്റ്ലി വഴക്കുണ്ടാക്കുന്നതിന് തുല്യമാണ്. വഴക്കെന്നല്ല, ഒരു പ്രശ്നം രണ്ടുപേരുമായിട്ട് ഗവൺമെൻറ്റിന് എതിരായി ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. ഏറ്റവും ഡയറക്റ്റായിട്ട് മറ്റേ ഫാസ്റ്റിംഗ് പോലെയോ പിക്കറ്റിംഗ് പോലെയോ അല്ല. നിയമം അനുസരിക്കാതെ വരുമ്പോൾ എന്ത് പറ്റും? ഗവൺമെൻറ് ശക്തമായ നടപടി എടുക്കും. അതാണ് ഇൻ സിവിൽ ഡിസൊബീഡിയൻസ് വൺ ഓൾവേസ് ഗെറ്റ് ഇൻ ടു ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ വിത്ത് ദ ഗവൺമെൻറ് ആൻഡ് പീപ്പിൾ ഷുഡ് ബി റെഡി ടു ബിയർ ദ പണിഷ്മെൻറ്റ് റിസൾട്ടിങ് ഫ്രം ഡിസൊബീഡിയൻസ് ഓഫ് സിവിൽ ലോസ്. അതുകൊണ്ട് തന്നെ നിയമം അനുസരിക്കാത്തതിൻ്റെ പേരിൽ കിട്ടാവുന്ന ശിക്ഷയ്ക്കും ഒരാൾ സ്വമേധയാ റെഡി ആയിരിക്കണം. People should be ready to bear the punishment resulting from disobedience of civil laws. Further, civil disobedience movement has to be kept as a movement free from violence. സിവിൽ ഡിസൊബീഡിയൻസും നമ്മൾ വയലൻസ് ഇല്ലാതെയാണ്. അതാണ് നമ്മൾ സിവിൽ ഡിസൊബീഡിയൻസ്. ഉപ്പ് സത്യാഗ്രഹമൊക്കെ ഗാന്ധി നടത്തുമ്പോൾ അറിയാം, പോലീസ് അടിച്ചാലും എന്ത് ചെയ്യും? അടി കൊള്ളുന്നു, അടി കൊണ്ട് താഴെ വീഴുന്നത് വരെ അവർ മുന്നോട്ട് പോകുന്ന രീതിയാണ് പല സ്ഥലങ്ങളിലും നടത്തുമ്പോഴേക്കും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. കാരണം ഡയറക്റ്റ് കോൺഫ്രണ്ടേഷൻ വിത്ത് ഗവൺമെൻറ്റാണ്. നിയമം അനുസരിക്കാതെ വരുമ്പോൾ ഗവൺമെൻറ് തീർച്ചയായും ഒപ്രസീവ് മെഷേഴ്സും യൂസ് ചെയ്യും. സോ പീപ്പിൾ ഷുഡ് ബി റെഡി ടു ബിയർ ദ പണിഷ്മെൻറ്റ്. പിന്നെ നോൺ വയലൻ്റ് ആയിരിക്കണം, അത് പറയുന്നുണ്ട്. ലാസ്റ്റ് വൺ, ഹിജറത്ത്. ഹിജറത്ത് ഈസ് ഓൾസോ എ വെപ്പൺ ഓഫ് സത്യാഗ്രഹ. ഹിജറത്ത് എന്ന് പറയുന്ന തിങ് എടുത്തിരിക്കുന്നത് പ്രോഫറ്റ് മുഹമ്മദിൽ നിന്നിൻ്റെ ആശയത്തിൽ നിന്നുമാണ് ഗാന്ധിജി ആ ഹിജറത്ത് എന്നുള്ള ആശയം എടുക്കുന്നത്. ഹിജറത്ത് ഈസ് എ വെപ്പൺ ഓഫ് സത്യാഗ്രഹ. ഇറ്റ് മീൻസ് വോളണ്ടറി എക്സൈൽ ഫ്രം ദ പ്ലേസ് ഓഫ് നോർമൽ റെസിഡൻസ് ടു സം അതർ പ്ലേസ് ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ഒപ്രഷൻ ആൻഡ് ഇൻജസ്റ്റിസ്. ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും ആ രാജ്യത്തിന് ഒരു മാറ്റവും ഇല്ല എങ്കിൽ ഒറ്റ പരിഹാരമേ ഉള്ളൂ: നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. അതാണ് ഹിജറത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് വോളണ്ടറി എക്സൈൽ ഫ്രം ദ പ്ലേസ് ഓഫ് നോർമൽ റെസിഡൻസ് ടു സം അതർ പ്ലേസ് ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ഒപ്രഷൻ ആൻഡ് ഇൻജസ്റ്റിസ്. ഒപ്രഷനും ഇൻജസ്റ്റിസും അവസാനിക്കുന്നില്ല, ആ രാജ്യവും ആൾക്കാരും മാറുന്നില്ല എങ്കിൽ യു ഹാവ് ടു മൂവ് ഫ്രം ദാറ്റ് പ്ലേസ്. ദാറ്റ് ഈസ് നോൺ ആസ് ഹിജറത്ത്. ദ ഫൗണ്ടർ ഓഫ് ഇസ്ലാം പ്രോഫറ്റ് മുഹമ്മദ് മൈഗ്രേറ്റഡ് ഫ്രം മെക്ക ടു മദീന. ഇസ്ലാമിൻ്റെ ഫൗണ്ടറായ പ്രോഫറ്റ് മുഹമ്മദ് എന്ത് ചെയ്തു? മെക്കയിൽ നിന്നും മദീനയിലേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ മൈഗ്രേറ്റ് ചെയ്തെന്ന് വെച്ചാൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ എക്സാമ്പിൾ കാണിച്ചിട്ടാണ് ഗാന്ധിജി പറയുന്നത് എന്താണ്, എന്തെങ്കിലും ഒപ്രഷനും ഇൻജസ്റ്റിസും അവസാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗാന്ധിജി held a view that voluntary exile may be resorted to when people cannot live in their homes with self-respect. സ്വന്തം വീട്ടിൽ സമാധാനത്തോടെയും സെൽഫ് റെസ്പെക്റ്റോടെയും ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ മാത്രം ലാസ്റ്റ് റിസോർട്ടായിട്ട് എന്ത് നോക്കിയാൽ മതി, ഹിജ്റത്ത് കണക്കാക്കിയാൽ മതി എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരാൾക്ക് ഒപ്രഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നോൺ വയലൻ്റലി അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും, അങ്ങനെ ഇൻജസ്റ്റിസും ഒപ്രഷനും കുറയുന്നില്ല എങ്കിൽ ലാസ്റ്റ് റിസോർട്ടായിട്ട് ഗാന്ധിജി പറയുന്ന ഒരു മെത്തേഡായിട്ടാണ് ഹിജ്റത്തിനെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് വോളണ്ടറി എക്സൈൽ ഫ്രം പ്ലേസ് ഓഫ് നോർമൽ റെസിഡൻസ് ടു സം അതർ പ്ലേസ്. ഇത്രയുമാണ് ഗാന്ധിജിയുടെ ടെക്നിക്സ് ഓഫ് സത്യാഗ്രഹം. ഗാന്ധിയുടെ സത്യാഗ്രഹ ഐഡിയയും പറഞ്ഞു, ട്രൂത്തും പറഞ്ഞു. പ്രിൻസിപ്പിൾസ് ഓഫ് ഗാന്ധിജിയായിട്ട് ഗാന്ധിയൻ ഐഡിയോളജീസായിട്ട് നമുക്ക് പറയാവുന്ന ഇത്രയുമാണ്. നോൺ വയലൻസ്, ട്രൂത്ത്, സത്യാഗ്രഹയുടെ ടെക്നിക്സ് ഓർക്കണം. നോൺ കോപ്പറേഷൻ, ഹർത്താൽ, സോഷ്യൽ ബോയ്ക്കോട്ട്, പിക്കറ്റിംഗ്, സ്ട്രൈക്ക്, ഫാസ്റ്റിംഗ്, സിവിൽ ഡിസൊബീഡിയൻസ്, ഹിജ്റത്ത്. ഇത്രയും നിർത്തുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.